ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വിജയം പ്രാപിക്കാനായി ഇതാ ദൈവത്തിൻ്റെ വചനം നമുക്കൊരു ഉപദേശം തരുവാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. ഇത് ദൈവത്തിൻ്റെ വചനം പറയുവാണ്. നീ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിന്റെ ബുദ്ധിയിലല്ല, അതിനേക്കാൾ ഉപരിയായി കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മോട് ചെയ്യാൻ പറയും. ഉദാഹരണത്തിന്, ക്ഷമിക്കണം, ശത്രുക്കളെയും സ്നേഹിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ദൈവാരാധനയ്ക്ക് സമയം കണ്ടെത്തണം. നമ്മുടെ ബുദ്ധി പറയും അതിലൊക്കെ നല്ലതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകാൻ പറ്റുന്ന വേറെ എന്തെല്ലാം കാര്യമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വാക്കിൽ, കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിച്ച് അത് അനുസരിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വഴി തെളിയിച്ചു തരും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.